നമുക്കിന്ന് ഒരു കുഷ്ക റെഡിയാക്കാലോ. ഒരു പോട്ട് പണില്ല, വെറും പ്രഷർ കുക്കർ മാത്രമേ ഉള്ളൂ ഇതിന്റെ കുക്കിങ്ങിന്. അപ്പൊ കൂട്ട് വാഷ് ചെയ്യേണ്ട കാര്യമെല്ലാം നല്ല അടിപൊളി ടേസ്റ്റും. സമയം കളയണ്ട, ഉടനെ വീഡിയോയിലേക്ക് പോവാം. ജോസ് മോസിസ് കിച്ചൺ. ഈ ഫ്ലേവർഫുൾ റൈസ് ഉണ്ടാക്കാനായിട്ട് കുക്കറിലേക്ക് ഓയിൽ 1/3 കപ്പ്, സിനമൺ സ്റ്റിക്ക് ഒരെണ്ണം, ക്ലോവ്സ് 3 എണ്ണം, ഏലക്കായ ഒരു 2 എണ്ണം. സ്പൈസസ് ഒന്നും അങ്ങോട്ട് കുക്കായി വരുമ്പോൾ വെളുത്തുള്ളി ഒരു 5 എണ്ണം, ഇഞ്ചി കുറച്ച് നുറുക്കിയത്, നല്ല ഗോൾഡൻ കളറായി കഴിയുമ്പോൾ സബോള 2 എണ്ണം നുറുക്കിയത്, പിന്നെ ഗ്രീൻ ചില്ലി. അങ്ങനെ തന്നെ ഇട്ട് ഒന്ന് സോട്ട് ചെയ്യുക. നന്നായിട്ട് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് ബസ്മതി അരി 2 കപ്പ്, ഇഡ്ലിയുടെ അരി 1 കപ്പ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു അരമണിക്കൂർ അത് സോക്ക് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ സബോള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ടാവും. അതിലേക്ക് തക്കാളി 2 എണ്ണം അങ്ങോട്ട് ഇടാം. അതൊന്നുകൂടി ഒരു 3-4 മിനിറ്റ് വഴറ്റാം. ഒരു ഹാൻഡ്ഫുൾ മല്ലിയലി പുതിനലി ഇട്ടിട്ട് വീണ്ടും 3 മിനിറ്റ് നേരം വഴറ്റാം. അത് കഴിഞ്ഞൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കുക. അത് നന്നായിട്ട് തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞാൽ ഫൈനായിട്ട് പേസ്റ്റ് ആയിട്ട് സൈഡിലേക്ക് വെച്ചേക്കുക. അതേ കുക്കറിലേക്ക് വാഷ് ചെയ്യേണ്ട കാര്യമില്ല. 2 ടേബിൾ സ്പൂൺ ഓയിൽ, 1/3 കപ്പ് ഗീ, 2 ബേ ലീഫ്, മെയ്സ് ഒരു കുഞ്ഞ് പീസ്, സ്റ്റാർ നൈസ് ഒരെണ്ണം, ഏലക്കായ ഒരു 2 എണ്ണം, ഗ്രാമ്പു ഒരു 3 പീസ്, ഉണക്കമുളക് ഒരു 2 എണ്ണം, പട്ട ഒരു കുഞ്ഞ് പീസ്. അതിട്ട് ഒരു 3 to 4 മിനിറ്റ് ഒന്ന് വഴറ്റാം. നല്ല സ്മെല്ല് വരും. അതിലേക്ക് ഒരു 3 ചില്ലി കീറിയിടുക. പിന്നെ അര സബോള അതും ഇട്ട് ഒരു 3 മിനിറ്റ് നേരം ഇളക്കി കഴിയുമ്പോൾ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവും. അതിലേക്ക് സ്ലൈസ് ചെയ്ത ടൊമാറ്റോ ഒരെണ്ണം ഇടാം. ഉപ്പ് അങ്ങോട്ട് ഇടാം. അത് കഴിഞ്ഞ് 2 മിനിറ്റ് സോട്ട് ചെയ്യാം. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾ, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഒരു 3 മിനിറ്റ് വഴറ്റാം. അത് കഴിഞ്ഞ് നമ്മൾ അടിച്ചു വെച്ച പേസ്റ്റ് അതും ചേർത്ത് നന്നായിട്ട് കമ്പൈൻ ചെയ്യാം. അതിലേക്ക് നമ്മൾ സോക്ക് വെച്ച റൈസ് ഇടുക. അതും നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞൊരു 3 to 4 മിനിറ്റ് വരെ അത് കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് 5 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഉപ്പ് ഒന്നുകൂടി നോക്കിയിട്ട് കുക്കർ അടയ്ക്കുക. നല്ല ചൂടിൽ ഇട്ടേക്കാം. ഒരു 3 വിസിൽ. അത് കഴിഞ്ഞാൽ ചൂടിൽ നിന്ന് മാറ്റാം. എല്ലാ പ്രഷറും പോയി കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞ് അതങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലടിച്ച് കഴിയുമ്പോണ്ടല്ലോ നമ്മളത് ഫുള്ള് വേണമെങ്കിൽ ഒരാളെ തിന്ന് നോക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്. ഒരു സ്പൂൺ വെച്ച് അതിനെ ഒന്ന് അങ്ങോട്ട് വിടർത്തിയിട്ട് ഇട്ടേക്കാം. ഇങ്ങനെ അങ്ങോട്ട് കിട്ടും. പിന്നെ ആസ്വദിച്ചങ്ങോട്ട് തിന്നാം. അപ്പൊ നമ്മുടെ കുഷ്ക റെഡി. ബിരിയാണിയുടെ ഒരു അളിയൻ. അപ്പൊ സാധനം റെഡിയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത് റൈത്തയുടെ കൂടെയാണ്. അപ്പൊ ഇതിന്റെ റെസിപ്പി എന്റെ ചാനലിൽ എടുപ്പുണ്ട് കേട്ടോ. നമുക്ക് കുഷ്ക ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനൊരു കമന്റ്സും ഇല്ല കേട്ടോ. അത്രയ്ക്കും ഫ്ലേവർഫുൾ ആണ്, ടേസ്റ്റിയാണ്, അത്രയ്ക്കും സോഫ്റ്റ് ആണ് റൈസ് ഒക്കെ. പ്ലീസ് 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 നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തു. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഷെയർ ഇറ്റ്. അത് കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. പിന്നെ എനിക്കൊരു കുഞ്ഞു സപ്പോർട്ട്, ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയേക്കണേ. ഓക്കെ, ബൈ ബൈ. ആസ്വദിച്ച് നിന്നേക്കണം.